നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്നൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ദിനംപ്രതി പുറത്തുവരുന്ന വാർത്തകൾ സ്ത്രീ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നവയാണ്. എന്തിനേറെ പറയുന്നു, സ്വന്തം വീടുകളിൽ പോലും ഇന്ന് സ്ത്രീകൾ സുരക്ഷിതരല്ല. പിഞ്ചു കുഞ്ഞു മുതൽ പ്രായമായവർ വരെ ഈ ചൂഷണങ്ങൾക്ക് ഇരയാവുന്നു എന്നതാണ് ഏറെ വേദനാജനകം. ഇതിൽ മാറി മാറി വരുന്ന സർക്കാരുകളും നിയമ സംവിധാനങ്ങളും നോക്കുകുത്തിയാകുന്നു എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ രംഗത്ത് നിന്നും പുറത്തു വരുന്നതും സ്ത്രീകൾക്ക് നേരിട്ട ക്രൂരതകളുടെ കഥകളാണ്. തൊഴിലിടങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു സിനിമാ രംഗത്ത് നിന്നും ഉണ്ടായ തുറന്നു പറച്ചിലുകൾ. ഇതിന് പിന്നാലെ സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികളുടെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ സമൂഹത്തിൽ സ്ത്രീ വീണ്ടും ചൂഷണത്തിനിരയാകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച സംഭവമാണ് ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കോട്ടയം ഏറ്റുമാനൂർ തവളക്കുഴി സ്വദേശി ശരത് മോഹനാണ് പിടിയിലായത്. കൊച്ചി പാലാരിവട്ടത്തായിരുന്നു ഇയാളുടെ താമസം. കൊച്ചിയിൽ ഒരു സ്വകാര്യ കമ്പനി നടത്തുകയാണ് ശരത് മോഹൻ. ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയായ യുവതിയെയാണ് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. നിരന്തരമായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരാതിയെ തുടർന്ന് പാലാരിവട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടികളുടെ ദൃശ്യങ്ങൾ പകർത്തുകയും അത് വീട്ടിലേക്ക് അയച്ചു നൽകുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കൂടുതൽ തവണ യുവതിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. സൗത്ത് ഗംഗാ റോഡിലെ ഫ്ളാറ്റിലും മറൈൻ ഡ്രൈവ് DD സമുദ്രദർശൻ ഫ്ളാറ്റിലും വെച്ചായിരുന്നു യുവതിയെ പീഡനത്തിന് ഇരയാക്കിയത്. പെൺകുട്ടി പ്രതിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ തന്റെ സ്ഥാപനത്തിൽ ജോലിക്കായി നിർത്തുന്നു, അവളുമായി അടുക്കുന്നു, തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകുന്നു, കൂടുതൽ അടുക്കുകയും ശേഷം ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഇന്ന് സമൂഹത്തിൽ കൂടുതലായി കേൾക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളാണ് ഇന്ന് ചതിക്കുഴികളിൽ ചെന്നുപെടുന്നത്. സമാന രീതിയിലുള്ള സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗൗരവമായി കാണേണ്ട വിഷയം തന്നെയാണ്. ശക്തമായ നിയമ സംവിധാനം നിലനിൽക്കുമ്പോഴും സ്ത്രീകൾ നിരന്തരം ചൂഷണത്തിന് ഇരയാവുന്നത് നിയമ സംവിധാനങ്ങളുടെ വീഴ്ച തന്നെയാണ്. നിയമ സംവിധാനങ്ങൾ ദുർബലമാകുന്നതിന്റെ സൂചനയാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. എന്തു കുറ്റകൃത്യം ചെയ്താലും നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഇത്തരത്തിലുള്ള ഇളവുകളും സംരക്ഷണങ്ങളുമാണ് വീണ്ടും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരാൻ കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി വൈറ്റിലയിൽ യുവതിയെ തല്ലിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ എത്രയെത്ര കുറ്റകൃത്യങ്ങളാണ് ദിനം പ്രതിയെന്ന് നടക്കുന്നതിൽ കൃത്യമായ കണക്കുകളില്ല. നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവ വളരെ ചുരുക്കം മാത്രമാണ്. ഇതിൽ ശിക്ഷ കിട്ടുന്നത് വിരലിലെണ്ണാവുന്നവർക്ക് മാത്രം. ഇതിനാണ് ഒരു മാറ്റം വരേണ്ടത്.